all boys, all the boys, all of the boys. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾ എന്ന് ഉപയോഗിക്കുമ്പോഴും ഓൾ ദ എന്ന് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഓൾ ഓഫ് ദി എന്ന് ഉപയോഗിക്കുന്നത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണോ, അതല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് ഓൾ നോക്കാം. ഓൾ എന്നത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോഴാണ് ഓൾ ഉപയോഗിക്കുന്നത്. ഓൾ കാർസ് ഹാവ് വീൽസ്. എല്ലാ കാറുകൾക്കും വീൽസ് ഉണ്ട്. ഓൾ കാർസ് ഹാവ് വീൽസ്. ഓൾ ഹ്യൂമൻ ബീയിങ്സ് നീഡ് വാട്ടർ. എല്ലാ ഹ്യൂമൻ ബീയിങ്സും, എല്ലാ മനുഷ്യർക്കും വെള്ളം ആവശ്യമാണ്. നോക്കൂ, ഓൾ ദ എന്നല്ല ഉപയോഗിച്ചത്, ഓൾ. അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയാനാണ് ഓൾ ഉപയോഗിക്കുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഒക്കെ പറയുമ്പോൾ നമുക്ക് ഓൾ ദ എന്ന് ഉപയോഗിക്കാം. ഓൾ ദ ബോയ്സ് ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ ആൺകുട്ടികളും എന്നാണ്. ഓൾ ദ ബോയ്സ് ഇൻ മൈ ക്ലാസ്. അപ്പോൾ അതിനെ ഒന്ന് സ്പെസിഫിക് ആക്കി. ഈ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്, അല്ലാതെ ഓൾ ബോയ്സ് എന്ന് ജനറൽ ആയിട്ട് പറയുന്നതല്ല. എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഓൾ ദ ബോയ്സ് ഇൻ മൈ ക്ലാസ് ആർ ഗുഡ്. ഓൾ ദ സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് ആർ സ്റ്റഡിയിങ് ഹാർഡ്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓൾ ദ സ്റ്റുഡൻസ് എന്ന് ഉപയോഗിച്ചു. ദ എന്ന ഒരു ആർട്ടിക്കിൾ അവിടെ ഉപയോഗിച്ചു. ഇനി ഓൾ ഓഫ് ദ എന്ന് ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പറ്റിയോ ക്വാണ്ടിറ്റിയെ പറ്റിയോ ഒക്കെ പറയുമ്പോഴാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആവുന്നു എന്ന് മാത്രം. പക്ഷേ രണ്ടും സിമിലർ തന്നെയാണ്. രണ്ടും മാറി മാറി ഉപയോഗിച്ചാൽ അതിനകത്ത് ഒരു തെറ്റും ഇല്ല. ഓൾ ഓഫ് ദ കേക്ക് വാസ് ഈറ്റൺ എന്ന് പറഞ്ഞാൽ കേക്ക് മുഴുവനും കഴിച്ചു എന്നാണ്. അത് ഹോൾ, അതായത് മുഴുവൻ എന്നുള്ളത് കാണിക്കുന്നതാണ്. ഓൾ ഓഫ് ദ കേക്ക് വാസ് ഈറ്റൺ. അപ്പോൾ ഓൾ എന്ന് ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനാണ്. അതേസമയം ഓൾ ദ എന്ന് ഉപയോഗിക്കുന്നതും ഓൾ ഓഫ് ദ എന്ന് ഉപയോഗിക്കുന്നതും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോ ഒരു ക്വാണ്ടിറ്റിയോ ഒക്കെ കാണിക്കുന്നതിനാണ്. ഓൾ ഓഫ് ദി എന്ന് ഉപയോഗിക്കുന്നത് പലപ്പോഴും അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. ഓൾ കാർസ് ഹാവ് വീൽസ് എന്ന് പറയുമ്പോൾ അത് ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ കാറുകൾക്കും വീൽസ് ഉണ്ട്. ഓൾ ദ കാർസ് ഇൻ ദ ഷോറൂം ആർ ഓൺ സെയിൽ. ഷോറൂമിലുള്ള എല്ലാ കാറുകളുമായി. അപ്പോൾ നമ്മൾ ഓൾ ദ എന്ന് ഉപയോഗിച്ചു. ഓൾ ദ കാർസ് ഇൻ ദ ഷോറൂം ആർ ഓൺ സെയിൽ. എല്ലാം വിൽപ്പനയ്ക്ക് ഉള്ളതാണ്. ഓൾ ഓഫ് ദ വാട്ടർ ഇൻ ദ പൂൾ വാസ് ഡ്രെയിൻഡ്. ഓൾ ഓഫ് ദ വാട്ടർ, നോക്കൂ, വാട്ടർ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓൾ ഓഫ് ദ വാട്ടർ ഇൻ ദ പൂൾ വാസ് ഡ്രെയിൻഡ്. എല്ലാം വറ്റിച്ചു. എല്ലാ വാട്ടറും, പൂളിലുള്ള എല്ലാ വാട്ടറും വറ്റിച്ചു. ഓൾ സ്മാർട്ട് ഫോൺസ് ഹാവ് ക്യാമറാസ് ദീസ് ഡേയ്സ്. ഓൾ സ്മാർട്ട് ഫോൺസ്, എല്ലാ സ്മാർട്ട് ഫോൺസും എന്നാണ് പറയുന്നത്. അത് ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ ദ സ്മാർട്ട് ഫോൺസ് ഓൺ ഡിസ്പ്ലേ അറ്റ് ദ സ്റ്റോർ ഹാവ് ഇംപ്രസീവ് ഫീച്ചേഴ്സ്. വളരെ, അതായത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ ഫോണുകളും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോണുകൾ. അപ്പോൾ ഓൾ ദ സ്മാർട്ട് ഫോൺസ് എന്ന് ഉപയോഗിച്ചു. എല്ലാത്തിനും നല്ല നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓൾ ദ സ്മാർട്ട് ഫോൺസ് ഓൺ ഡിസ്പ്ലേ അറ്റ് ദ സ്റ്റോർ ഹാവ് ഇംപ്രസീവ് ഫീച്ചേഴ്സ്. However, all of the smartphones I have tested have had some battery life issues. അപ്പോൾ അവിടെ ഓൾ ഓഫ് ദി എന്ന് ഉപയോഗിച്ചു. അവിടെയും നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ടെസ്റ്റ് ചെയ്ത സ്മാർട്ട് ഫോണുകളിൽ എന്ന് പറയുമ്പോൾ അത് കുറേയും കൂടി സ്പെസിഫിക് ആയി, അല്ലേ? അപ്പോൾ ആ ഫോണുകളിൽ എന്താണ്, എല്ലാത്തിനും ബാറ്ററി ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ട് എന്നതാണ്. അവിടെ ഓൾ ഓഫ് ദി എന്ന് ഉപയോഗിച്ചു. എപ്പോഴും ഓൾ ഓഫ് ദി എന്ന് ഉപയോഗിക്കുന്നതും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി സ്പെസിഫിക് ആവുകയാണ് ഓൾ ദി എന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ രണ്ടും ഇന്റർചേഞ്ചബിളി മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഓൾ ഓഫ് അസ്, ഓൾ ഓഫ് ദം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ദം, അസ് എന്നൊക്കെയുള്ളത് പ്രോനൗൺ ആണ്. ദം, അസ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോനൗൺ ആണ്.
അങ്ങനെ വരുമ്പോൾ ഓൾ ഓഫ് എന്ന് തന്നെ ഉപയോഗിക്കണം. അല്ലാതെ ഓൾ ഓഫ് ദം എന്ന് ഉപയോഗിക്കാതെ ഓൾ ദ ദം എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഓൾ ഓഫ് അസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്ന മീനിങ് ആണ്. ഓൾ ഓഫ് അസ് എന്ന് പറയുന്നതിന് പകരം ഓൾ ദി അസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്തായാലും നമുക്ക് ഓഫ് എന്ന പ്രപ്പോസിഷൻ വേണം. അപ്പോൾ ഓൾ, ഓൾ ദ, അതുപോലെ തന്നെ ഓൾ ഓഫ് ദ, ഇതിൻ്റെ ഒരു ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് മനസ്സിലായല്ലോ.